ഡയഗ്രാം ഓഫ് 8259. 8259 ഒരു 28 പിൻ പ്രോഗ്രാമബിൾ IC ആണ്. IC എന്താ? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അതെന്തോ ഒരു ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ആണെന്നാണ് പറയുന്നത്. ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ 2 റോസ് ഓഫ് പിൻസ് ഉണ്ടാവും. അതാണ് ഡ്യുവൽ ഇൻലൈൻ പാക്കേജ്. 8259 ഫസ്റ്റ് പിന്ന് CS എന്താ? ചിപ്പ് സെലക്ട് പിൻ. അതൊരു ആക്റ്റീവ് ലോ സിഗ്നലാണ്. ഓക്കെ, അതൊരു ആക്റ്റീവ് ലോ സിഗ്നലാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇനേബിളിങ് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ്. റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് ഇനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചിപ്പ് സെലക്ട് പിന്ന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പിൻ ഗ്രൗണ്ട് ആൻഡ് VCC. ഗ്രൗണ്ട് 14th പിന്നാണ്. VCC ഏതാ? 28th പിന്ന്. അപ്പം VCC എന്താ? പവർ സപ്ലൈ ആണ്. 8259 പവർ സപ്ലൈ പിന്നാണ് VCC. GND എന്താ? 14th പിന്ന് ഗ്രൗണ്ട്. അപ്പം 8259 +5 വോൾട്ട് പവർ സപ്ലൈ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പിൻ 4 to 11. പിൻ നമ്പർ 4 to 11 അതാണ് D7 to D0. D7 to D0 പിൻസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പോൾ പ്രോസസ്സറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് D7 to D0. അതായത് 8 പിൻസ് ഉണ്ട്. ബൈഡയറക്ഷണൽ പിൻസാണ്. ബൈഡയറക്ഷണൽ ഡേറ്റ പിൻസാണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്രോസസ്സറുമായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പിൻസ് സിസ്റ്റം ബസ്സുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ പിൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ പ്രോസസ്സറിന് 8259 ഇൻറ്റേർണൽ രജിസ്റ്റർ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് D7 to D0 പിൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റേർണൽ രജിസ്റ്ററിൽ എന്തുണ്ടാവും? വെക്റ്റർ ഇൻഫോർമേഷൻ ഉണ്ടാവും. ഇപ്പോൾ വെക്റ്റർ ഇൻഫോർമേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രോസസ്സറിന് ഏതെങ്കിലും ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനിലേക്ക് അതിൻ്റെ എക്സിക്യൂഷൻ കൺട്രോളർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വെക്റ്റർ അഡ്രസ്സ് വേണം. അപ്പോൾ അത് റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പിൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പിൻ ഈസ് 27th പിൻ A0. അതൊരു അഡ്രസ് ഇൻപുട്ട് പിന്നാണ്. ഓക്കെ, അത് യൂസ് ചെയ്യുന്നത് റീഡ് റൈറ്റ് പിന്നിൻ്റെ കൂടെയാണ്. ഇപ്പം അതൊരു കണ്ടീഷനായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ റീഡ് ഡേറ്റ ആണോ അതോ റൈറ്റ് ഡേറ്റ ആണോ എന്ന് ഉള്ള കണ്ടീഷനായിട്ടാണ് A0 പിന്നെ ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പിന്നെ 3rd പിന്നാണ് RD എന്താ? റീഡ് സിഗ്നലാണ്. ഓക്കെ, അതൊരു ആക്റ്റീവ് ലോ സിഗ്നലാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ റീഡ് ഇൻഫർമേഷൻ സ്റ്റാറ്റസ് ഫ്രം 8259. പ്രോസസ്സറിന് ഇപ്പോൾ ഇൻഫർമേഷൻ സ്റ്റാറ്റസ് റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ 3rd പിൻ റീഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പിൻ 2nd പിൻ റൈറ്റ്. WR എന്താ? റൈറ്റ്. ഓക്കെ, റൈറ്റ് പിൻ അതൊരു ആക്റ്റീവ് ലോ ഇൻപുട്ടാണ്. അത് എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്? പ്രോസസ്സറിന് ഒരു കൺട്രോൾ ഇൻഫർമേഷൻ റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8259 ഒരു കൺട്രോൾ ഇൻഫർമേഷൻ റൈറ്റ് ചെയ്യുന്ന സമയത്താണ് റൈറ്റ് പിൻ ആക്റ്റീവ് ആവുന്നത്. നെക്സ്റ്റ് സിഗ്നൽ IR0 to IR7. ദറ്റ് ഈസ് 18th പിൻ ടു 25th പിൻ. IR0 to IR7. IR എന്താ? ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. ഇപ്പം ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്ററിൻ്റെ ഇൻപുട്ടാണ് IR0 to IR7 എന്ന് പറഞ്ഞായിരുന്നു ആർക്കിടെക്ചറിൽ. ഓക്കെ, ഇപ്പോൾ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഇപ്പം ലെവൽ ട്രിഗേർഡോ എഡ്ജ് ട്രിഗേർഡോ ആവാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഇൻട്രപ്റ്റ് റിക്വസ്റ്റിനെ എഡ്ജ് ട്രിഗേർഡ് അല്ലെങ്കിൽ ലെവൽ ട്രിഗേർഡായിട്ട് പ്രോഗ്രാം ചെയ്യാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് പിൻ ഈസ് INT എന്താ? ഇൻട്രപ്റ്റ് പിന്ന്. ഓക്കെ, ഇപ്പോൾ ഇതൊരു ആക്റ്റീവ് ഹൈ പിന്നാണ് അല്ലേ? ആക്റ്റീവ് ഹൈ സിഗ്നലാണ്. ഇപ്പോൾ ഒരു ഇൻട്രപ്റ്റ് വരുന്ന സമയത്തായിരിക്കും ഇത് ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, അപ്പോൾ INT പിന്നെ എന്താ ചെയ്യുന്നത്? ഇത് എന്താ? വാലിഡായിട്ടുള്ളൊരു ഇൻപുട്ടാണോ കിട്ടിയത്? വാലിഡായിട്ടുള്ളൊരു ഇൻട്രപ്റ്റ് ആണോ അതിന് കിട്ടിയത് എന്നത് ചെക്ക് ചെയ്യും. ഓക്കെ, ഇതൊരു ആക്റ്റീവ് ഹൈ പിന്നാണ്. ഒരു ഇൻട്രപ്റ്റ്
വരുന്ന ടൈമിലായിരിക്കും, ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വരുന്ന ടൈമിലായിരിക്കും ഇത് ആക്റ്റീവ് ആവുന്നത്. മൈക്രോ പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് INT പിന്ന്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ ഒരു ഇൻട്രപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വാലിഡ് ആയിട്ടുള്ളൊരു ഇൻട്രപ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് പിൻ 26th പിൻ INTA. INTA എന്താ? ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ്. ഇപ്പോൾ മൈക്രോ പ്രോസസ്സറിന് ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, മൈക്രോ പ്രോസസ്സറിന് ഒരു ഇൻട്രപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത് വർക്ക് ചെയ്യിക്കേണ്ട ഇൻട്രപ്റ്റാണ്, അതിൻ്റെ പ്രയോറിറ്റിയുടെയൊക്കെ ബേസിൽ ഇപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട ഇൻട്രപ്റ്റ് ആണ് എങ്കിൽ മൈക്രോ പ്രോസസ്സർ INTA സിഗ്നൽ, ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ ഇപ്പം ഇൻട്രപ്റ്റ് പ്രൊവൈഡ് ചെയ്ത ഡിവൈസിന് സെൻഡ് ചെയ്യും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ആ ഇൻട്രപ്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ എന്താ, അതിൻ്റെ ഇപ്പോൾ പ്രോസസ്സിൻ്റെ കൺട്രോൾ എക്സിക്യൂഷൻ കൺട്രോൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനിലേക്ക്, ആ കറസ്പോണ്ടിങ് ഇൻട്രപ്റ്റിൻ്റെ കറസ്പോണ്ടിങ് സർവീസ് റൂട്ടീനിലേക്ക് എക്സിക്യൂഷൻ കൺട്രോൾ ട്രാൻസ്ഫർ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ആ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ്റെ അഡ്രസ്സ് വേണം. അതെവിടെയായിരിക്കും ഉള്ളത്? വെക്റ്റർ ടേബിളിലായിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ കറസ്പോണ്ടിങ് ഇപ്പം ആരാണോ ആ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് കൊടുത്തത് ആ ഡിവൈസിൻ്റെ കയ്യിലായിരിക്കും അതിൻ്റെ സർവീസ് റൂട്ടീൻ്റെ അഡ്രസ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ സർവീസ് റൂട്ടീൻ്റെ അഡ്രസ്സ് ഇപ്പം ഏതാ ഡേറ്റാബേസിൽ അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ സെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പിന്നെ CA0, CS1 ആൻഡ് CS2, 12th, 13th ആൻഡ് 15th പിൻ. ഓക്കെ, ഇപ്പോൾ ഈ പിൻസ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 8259 എത്രയാ 8 ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഉണ്ട് അല്ലേ? 8 ഇൻട്രപ്റ്റ്സ് ആണ് അറ്റ് എ ടൈം അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇൻട്രപ്റ്റ് ഹാൻഡ്ലിങ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇപ്പോൾ 8259 കാസ്കേഡ് ചെയ്ത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ മോർ 8259 ചിപ്സ് കാസ്കേഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ടൈമിൽ അപ്പം ഇപ്പോൾ നമുക്ക് മാക്സിമം എത്ര 64 ലൈൻസ് വരെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, ഒരു 8259 8 വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 8259 എത്ര ഇൻപുട്ടാണ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റാണ്? IR0 to IR7, അതായത് 8 ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എത്ര എണ്ണം കൂടി കാസ്കേഡ് ചെയ്താൽ 64 ലൈൻസ് വരെ എത്തും? 8 8259s അല്ലേ? കാസ്കേഡ് ചെയ്താൽ 64 വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് ലൈൻസ് കിട്ടും അല്ലേ? അപ്പോൾ ഇൻട്രപ്റ്റ് ഹാൻഡ്ലിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 8259s കാസ്കേഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാസ്കേഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ടൈമിലാണ് CA0 to CS2 പിൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 8259 മാസ്റ്റർ മോഡിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ CA0 to CS2 ഔട്ട്പുട്ട് ലൈൻസായിട്ടും, ഇപ്പോൾ സ്ലേവ് മോഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട് പിൻസായിട്ടും ആക്ട് ചെയ്യുമെന്ന് ഇപ്പോൾ ആർക്കിടെക്ചറിൽ പറഞ്ഞായിരുന്നു. നെക്സ്റ്റ് പിൻ ഈസ് SP*EN. 16th പിന്നാണ് SP*EN. കാസ്കേഡിംഗ് പർപ്പസിന് വേണ്ടി തന്നെ യൂസ് ചെയ്യുന്ന പിന്നാണ് SP*EN. SP*EN എന്താ? സ്ലേവ് പ്രോഗ്രാം ഇനേബിൾ ബഫർ. ഇപ്പോൾ അത് സെറ്റ് 1 ആണെങ്കിൽ, സെറ്റ് ചെയ്തിരിക്കുകയാണ് എങ്കിൽ എന്താ, അത് മാസ്റ്റർ മോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, അതർവൈസ് സ്ലേവ് മോഡ്. ഓക്കെ, ഇപ്പോൾ നോൺ ബഫേർഡ് മോഡിലാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഈ പെൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു സ്പെസിഫൈ എന്തിനു വേണ്ടിയിട്ടാണ്? 8259 മാസ്റ്റർ ആയിട്ടാണോ സ്ലേവ് ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നോൺ ബഫേർഡ് മോഡിൽ ഈ പിന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബഫേർഡ് മോഡാണ് എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? SP*EN പിന്നെ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? ഒരു ഡേറ്റാ ബസ്സിനെ ഇനേബിൾ ചെയ്യാനുള്ള ഔട്ട്പുട്ടായിട്ട് ആക്ട് ചെയ്യും. ബഫേർഡ് മോഡിലാണെങ്കിൽ ഇപ്പോൾ 8259 മാസ്റ്റർ ആയിട്ടാണോ സ്ലേവ് ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് SP*EN യൂസ് ചെയ്യുന്നത്. ബഫേർഡ് മോഡാകുമ്പോൾ ഡേറ്റാ ബസ്സിനെ എനേബിൾ ചെയ്യാനുള്ള ഒരു ഔട്ട്പുട്ടായിട്ടായിരിക്കും SP*EN പിൻ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് 8259 പിൻസ് ഡിസ്ക്രിപ്ഷൻ.